ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് കൊടുമ്പിരി ഉള്ളുമ്പോൾ സാക്ഷാൽ മമതാ ബാനർജിക്ക് കിട്ടിയത് 8ന്റെ പണി. പാർട്ടിയുടെ തലച്ചോറായി പ്രവർത്തിച്ചിരുന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ ഐപാക് ഒറ്റയടിക്ക് പാളയം വിട്ടതോടെ ബംഗാളിൽ ദീദിയുടെ പ്രചാരണം അക്ഷരാർത്ഥത്തിൽ നിലച്ചിരിക്കുകയാണ്. അത്യന്തം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഐപാക് തങ്ങളുടെ ബംഗാളിൽ ഗ്രൗണ്ട് ഓപ്പറേഷനുകൾ 20 ദിവസത്തേക്ക് പൂർണ്ണമായും നിർത്തിവെച്ചു. ജീവനക്കാരോട് ഉടൻ തന്നെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് മാനേജ്മെന്റ് ഇമെയിൽ അയച്ചതോടെ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചിരുന്നവരും വോട്ടർമാരെ നേരിൽ കണ്ടിരുന്നവരുമായിട്ടുള്ള 100 കണക്കിന് ജീവനക്കാരാണ് പെട്ടി പാക്ക് ചെയ്ത് നാട്ടിലേക്ക് വണ്ടി കയറുന്നത്. ഇഡിയുടെ കുരുക്ക് മുറുകിയതാണ് ഈ പൊടുന്നനെയുള്ള പിന്മാറ്റത്തിന് കാരണം. 50 കോടിയുടെ കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഐപാക് ഡയറക്ടറും സഹസ്ഥാപകനുമായിട്ടുള്ള വിനേഷ് ചന്ദേലിനെ ഇഡി ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കമ്പനിയുടെ ഈ ഒരു കൂട്ടപ്പലായനം വരുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ മമതയുടെ വലം കൈയാണ് ഐപാക്. സ്ഥാനാർത്ഥി നിർണയം മുതൽ ബൂത്ത് തലത്തിലുള്ള പ്രചാരണം വരെ ഈ കോർപ്പറേറ്റ് ഏജൻസിക്ക് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ്. സ്വന്തം പാർട്ടി പ്രവർത്തകരെക്കാൾ മമത വിശ്വസിച്ചിരുന്നത് ഇവരെയാണ്. ആ ഏജൻസിയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ പേടിച്ച് ഓഫീസ് പൂട്ടി അവധിയിൽ പോയിരിക്കുന്നത്. കൽക്കരി കുംഭകോണത്തിലെ ഹവാല ഇടപാടുകൾ ഐപാക്കിന്റെ അക്കൗണ്ടുകളിലേക്കും ഒഴുകി എന്ന ഇഡിയുടെ കണ്ടെത്തൽ തൃണമൂൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വിയർപ്പിക്കുകയാണ്. മെയ് 11 ശേഷമേ ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കൂ എന്നാണ് കമ്പനിയുടെ നിലപാട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് ഗ്രൗണ്ടിൽ ആരുമില്ലാത്ത അവസ്ഥ. തങ്ങൾക്ക് യാതൊരു ക്ഷീണവുമില്ലെന്നും പ്രചാരണം പഴയതുപോലെ നടക്കുന്നുണ്ടെന്നുമൊക്കെ തൃണമൂൽ നേതൃത്വം പുറമെ ചിരിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നുണ്ട്. എന്നാൽ ക്യാപ്റ്റൻ ഇല്ലാതെ കളത്തിലിറങ്ങിയ അവസ്ഥയിലാണ് താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകർ. വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തന്ത്രങ്ങൾ മെനയുന്ന ബുദ്ധികേന്ദ്രം തന്നെ ഇല്ലാതായത് തൃണമൂൽ കോൺഗ്രസിന് നൽകുന്ന ആഘാതം ഒട്ടും തന്നെ ചെറുതല്ല. അഴിമതി ആരോപണങ്ങളിൽ ഇതിനകം തന്നെ മുഖം നഷ്ടപ്പെട്ട ഭരണകക്ഷിക്ക് ഇനി സ്വന്തം കഴിവ് വെച്ച് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കണ്ടു തന്നെ അറിയണം. പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കാൻ പുറത്തുനിന്ന് വന്നവർ ഇട്ടിട്ട് പോയതോടെ ബംഗാളിൽ മമതയുടെ കോട്ടകളിൽ വിള്ളൽ വീഴുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്.